നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പഹൽഗാം അറ്റാക്കിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ഇതിൽ ശശി തരൂർ നയിക്കുന്ന സംഘം പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കെസ്റ്റന്റെ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് ശശി തരൂർ MP നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോ. ഞങ്ങൾ സന്ദർശിക്കുന്ന ഓരോ രാജ്യത്തോടും ഞങ്ങൾക്ക് ഒരു സന്ദേശം അറിയിക്കാനാണ് എത്തിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ്. നിരന്തരമായ തീവ്രവാദ ആക്രമണങ്ങളോട് ഞങ്ങൾ ഇനി പൊറുക്കില്ല, സമരസപ്പെടില്ല. കഴിഞ്ഞ 4 ദശകങ്ങളായി ഞങ്ങൾ തീവ്രവാദ ആക്രമണങ്ങളാൽ നിരന്തരം വേട്ടയാടപ്പെടുകയാണ്. ഇന്ത്യക്കെതിരായി 1989 മുതൽ കശ്മീരിൽ ആരംഭിച്ച ആക്രമണം മുതൽ തുടർച്ചയായ അറ്റാക്കുകളും സാധാരണക്കാരുടെ മരണങ്ങളും തുടരുകയാണ്. 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. നവംബർ 26 നടന്ന ആ തീവ്രവാദ ആക്രമണം 3 ദിവസമാണ് നീണ്ടുനിന്നത്. 170 ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ദശകങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും ദുഃഖവും മുറിവുകളും നഷ്ടങ്ങളും ഇനി ഇത് സഹിച്ചു നിൽക്കാനാവില്ല. ഞങ്ങൾ ഈ ലോക ജനതയോട് ആവശ്യപ്പെടുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണൂ, ഞങ്ങളെ സഹായിക്കൂ. ഇത്രയധികം ആക്രമണങ്ങൾ നടത്തിയ കുറ്റവാളികളെ കണ്ടെത്താനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു. ജീവനോടെ ഒരു തീവ്രവാദിയെ ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. ഒരു സാധാരണക്കാരനായ ധീരനായ പോലീസുകാരനാണ് അജ്മൽ കസബിനെ പോലെ ഒരു തീവ്രവാദിയെ സ്വന്തം ജീവൻ പോലും ത്യജിച്ച് പിടിച്ചത്. ഇന്ത്യയും വിദേശ അന്വേഷണ ഏജൻസികളും ഈ തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് കണ്ടെത്തി, മനസ്സിലാക്കി. പാകിസ്ഥാനിൽ നിന്നും ഓരോ നിമിഷവും ആളുകളെ കൊല്ലാൻ മുംബൈ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് നിർദ്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ തെളിവുകൾ ശേഖരിച്ചു, അത് ലോകത്തിന് മുന്നിൽ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു തീവ്രവാദിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ തക്കതായ ശിക്ഷ നൽകാനോ സാധിച്ചില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, പാകിസ്ഥാൻ ഭീകരതയെ പ്രാപ്തമാക്കുക മാത്രമല്ല, ഭീകര സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക, അവർക്ക് ധനസഹായം നൽകുക, തീവ്രവാദികളെ പരിശീലിപ്പിക്കുക, അവരെ നിലനിർത്തുക എന്നീ നയങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ ന്യൂയോർക്കും ലണ്ടനും മാഡ്രിഡും തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ ഉദാഹരണങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവയ്ക്ക് പിന്നിൽ പാകിസ്ഥാൻ ഭീകരവാദികളോ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച ഭീകരവാദികളോ ആണ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യമാണിത്. ഞങ്ങൾക്ക് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളോട് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാണ് ഇഷ്ടം. ഇന്ത്യ അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളിൽ വളരെ അഭിമാനിക്കുന്ന കാലമാണിത്. കഴിഞ്ഞ 2 ദശകങ്ങൾ കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നൊരു രാഷ്ട്രം വലിയ നിലയിൽ വളരുകയും മെച്ചപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. സാങ്കേതിക മേഖലയിൽ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ 21ാം നൂറ്റാണ്ടിലേക്ക് അഭിമാനവും ആത്മവിശ്വാസവും ഉള്ളൊരു മുൻനിര രാജ്യമായി പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. ഡോളർ മൂല്യത്തിൽ നമ്മൾ ഇതിനകം 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. വാങ്ങൽ ശേഷി, തുല്യതയുടെയും ഒക്കെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ എത്രയോ മുന്നിലാണ്. ഞങ്ങൾക്ക് പുരോഗമനമാണ് വേണ്ടത്. ഇതിനിടയിൽ യുദ്ധവും സംഘർഷവും തീവ്രവാദവുമായി ഞങ്ങൾക്ക് മല്ലിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ലക്ഷ്യത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾക്ക് ആവില്ല. ഞങ്ങളുടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും പുരോഗതിയും കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ നിർഭാഗ്യവശാൽ അതിർത്തിയുടെ മറുവശത്തുള്ള നമ്മുടെ സുഹൃത്ത് അതിന് സമ്മതിക്കുന്നില്ല. അവർ തുടർച്ചയായി ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിയമപരമായി ഇന്ത്യയുടെ കൈകളിൽ മാത്രം നിലനിൽക്കുന്ന ഭൂമി നമ്മുടെ ഭൂമി അവരുടെ ഭൂമിയാണെന്ന് അവർ ആവശ്യപ്പെടുന്നു. എത്രയായാലും ഈ കാര്യത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്തെന്നാൽ ഭീകരർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി കൊടുത്തു. ആദ്യമായി ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് ഉറി തീവ്രവാദ അറ്റാക്കിന് ശേഷമാണ്. കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് പോലും ഞങ്ങൾ അതിർത്തി ഭേദിച്ച് ആക്രമിച്ചിട്ടില്ല. ഉറിക്ക് ശേഷം രാജ്യം പുൽവാമ ഭീകരാക്രമണം നേരിട്ടു. 2019 മറുപടിയായി ബാലക്കോട്ടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ തിരിച്ചാക്രമിച്ചു. ഇത്തവണ പഹൽഗാം ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ പഞ്ചാബ്, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇന്ത്യയിലെ 26 സ്ത്രീകളുടെ പങ്കാളികളെ കൊന്നുകൊണ്ട് അവരുടെ വൈവാഹിക ജീവിതം ഇല്ലാതെയാക്കിക്കൊണ്ട് നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ചില സ്ത്രീകൾ എന്നെ കൂടി കൊല്ലുവെന്ന് തീവ്രവാദികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ തീവ്രവാദികൾ മറുപടി പറഞ്ഞത്
ഇല്ല, നീ തിരിച്ചു പോകൂ, എന്താണ് സംഭവിച്ചതെന്ന് പോയി പറഞ്ഞു കൊടുക്കൂ എന്നാണ്. അവരുടെ കരച്ചിലൊടുവിൽ ഞങ്ങൾ കേട്ടു. ആ തീവ്രവാദികൾ മായിച്ച സ്ത്രീകളുടെ സിന്ദൂരത്തിനും തീവ്രവാദികളുടെ രക്തത്തിനും ഒരേ നിറമാണെന്ന് ഞങ്ങൾ കാട്ടിക്കൊടുത്തു. ഇന്ത്യ ഒരു യുദ്ധക്കൊതിയുള്ള രാഷ്ട്രമല്ല. ഞങ്ങൾ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളെയോ ഒരു സാധാരണക്കാരനായ പാകിസ്ഥാനിയെ പോലും ഞങ്ങൾ ആക്രമിച്ചില്ല. വളരെ കൃത്യമായി ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ക്യാമ്പുകളെ മാത്രമാണ് ആക്രമിച്ചത്. അതും രാത്രിയിൽ 1:05-നും 1:30-നും ഇടയിൽ. എന്തുകൊണ്ടാണിത്? ഞങ്ങൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ ലക്ഷ്യം പാകിസ്ഥാനിലെ ജനങ്ങളായിരുന്നില്ല, പാകിസ്ഥാനിലെ സർക്കാരുമായിരുന്നില്ല, മറിച്ച് തീവ്രവാദികളും അവരെ പ്രാപ്തരാക്കിയവരുമായിരുന്നു. എന്നാൽ അവർ തിരിച്ചാക്രമിച്ചു. തിരിച്ചുള്ള ആക്രമണത്തിൽ 59ഓളം ഇന്ത്യക്കാരാണ് ആക്രമണത്തിനിരയായത്. അമ്പലങ്ങളും ഗുരുദ്വാരകളും ക്രിസ്ത്യൻ പള്ളികളും സാധാരണക്കാരായ ആളുകളുടെ വീടുകളും വാഹനങ്ങളും അവർ ആക്രമിച്ചു. ഇങ്ങനെയാണ് നമ്മൾ നടത്തിയ ആക്രമണവും ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങളോട് നടത്തിയ ആക്രമണവും തമ്മിലുള്ള വ്യത്യാസം. ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചു. ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ തടുത്തു. ഞങ്ങൾ വളരെ കൃത്യമായി 11 മിലിറ്ററി ടാർഗറ്റുകളിൽ 9ഉം 10ഉം തീയതികളിൽ തിരിച്ച് ആക്രമണം നടത്തി. നിങ്ങൾക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇവ കാണാവുന്നതാണ്. റഹീം യാ ഖാൻ എയർബേസ്, എയർ മാർഷൽ നൂർ ഖാൻ എയർബേസ്, ചക്ലാല എയർബേസ് പാകിസ്ഥാൻ എന്നിവ ഞങ്ങൾ ആക്രമിച്ചു. അതിൽ ചക്ലാല എയർബേസ് റാവൽപിണ്ടിയിലുള്ള മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കേവലം 1 കിലോമീറ്റർ മാത്രം ദൂരെയാണുള്ളത്. ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നിടത്ത്, നിങ്ങൾക്ക് പൊള്ളുന്നിടത്ത് ലക്ഷ്യം വയ്ക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും. നിങ്ങൾ നിർത്താൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞോളൂ എന്ന് അവരോട് ഞങ്ങൾ പറയുകയാണ് ചെയ്തത്. ഒടുവിൽ അവർ ആക്രമണം നിർത്തി. മെയ് 10-ാം തീയതി ഞങ്ങളുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷന് പ്രഭാതത്തിൽ ഒരു ഫോൺ കോൾ വന്നു. 3:30ഓടെ ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളുടെ മിലിറ്ററി ഡയറക്ടർമാർ തമ്മിൽ സംസാരിച്ചു. നിങ്ങൾ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും നിർത്താമെന്ന് അറിയിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സർക്കാർ ലോക നേതാക്കളോടും നേതൃനിരകളോടും ഞങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ നിലപാടെടുത്തതെന്നും പ്രവർത്തിച്ചതെന്നും പറയണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹാനുഭൂതിയോടെയുള്ള തിരിച്ചറിവും പിന്തുണയും ഒക്കെ ആവശ്യമുണ്ട്. ഈ നിമിഷം വരെ ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ തീവ്രവാദത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും തന്നു. ഇന്ന് പനാമയിൽ ഞങ്ങൾ നാഷണൽ അസംബ്ലിയിലെത്തി. ഞങ്ങൾ പ്രസിഡന്റ് ഡാന ഖസ്റ്റനേഡയെ കണ്ടു. ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്ത് ഞാൻ അവർക്കൊരു കശ്മീരി ഷോൾ സമ്മാനമായി നൽകി. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചത് കശ്മീരിൽ നിന്നാണ് എന്നതിന്റെ ഉപഹാരത്തിന് പകരമായി പനാമിയൻ വാരിയർ സിംബൽ എനിക്ക് പ്രസിഡന്റ് തന്നു. എന്നിട്ട് മറുപടിയായി ഭീകരതയ്ക്കെതിരെ യോദ്ധാക്കളെ പോലെ പോരാടാൻ പനാമയിലെ ജനങ്ങൾ നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. തകർന്നുപോയ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ തീവ്രവാദം ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാക്കാൻ പോകുന്ന ഒന്നല്ല. തീവ്രവാദത്തിന് വളർത്താനും അതിനെ പരിശീലിപ്പിക്കാനും ആയുധങ്ങൾ നൽകാനും നേതൃത്വം കൊടുക്കാനും പാകിസ്ഥാനിൽ സാഹചര്യമുണ്ട്. അവരാണ് മാറേണ്ടത്. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ അവരെ നയിക്കുന്നവരെയും നമുക്കെല്ലാവർക്കും അറിയാം അത് ആരാണെന്ന്. അത് പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് ആണ്. അത് മിലിറ്ററി നയിക്കുന്ന പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് ആണ്. ഇനിയും അതൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇനിയും അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ഏറ്റവും മോശമായത് സംഭവിക്കാൻ അവർ തയ്യാറായിരുന്നു കൊള്ളുക. ഇതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. ഇനി ഞങ്ങൾ സഹിക്കില്ല. ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ ഇനിയും മോശമായത് വരാനിരിക്കുന്നു. ആ മുന്നറിയിപ്പ് ഞങ്ങൾ മുൻകൂട്ടി നൽകുന്നു. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ആവർത്തിക്കുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു സംഘർഷത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ആക്രമണമായിരുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ ഒറ്റപ്പെട്ട് ഞങ്ങൾ വികസനത്തിന്റെ വഴിയെ വളരാനും വികസിക്കാനും ജനങ്ങളുടെ ക്ഷേമം നോക്കാനും ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനോടും ആ രാജ്യം ഭരിക്കുന്നവരോടും ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ വെറുതെ വിട്ടാൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇതാണ് ആ സന്ദേശം.